ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചേന കൊണ്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കാം. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/2 കിലോ ചേന ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാനതെല്ലാം അവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കറിലിട്ട് ഒരു 2 വിസിൽ കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചേന നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ചേന നന്നായിട്ട് ഉടച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉടച്ചെടുത്ത ചേന, 1 ഗ്ലാസ് പാല്, 1 കപ്പ് പഞ്ചസാര, നെയ്യ്, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. ഇനി നമുക്ക് ഈ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കണം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ ചേനയുടെ ഹൽവ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് അതുണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴേക്ക് നമുക്കതിലേക്ക് നെയ്യിട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ആ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് കോരിയെടുക്കാം. അത് ചൂടായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് അത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ആ നെയ്യിൽ തന്നെ നമുക്ക് സ്വല്പം നെയ്യ് കൂടി ഒഴിച്ചിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ആ പുഴുങ്ങി ഉടച്ചു വെച്ചിരുന്ന ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്ക്കകത്ത് നമ്മൾ ഉടച്ചു വെച്ചിട്ട് ചേന നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ചെറിയ തീയിലിട്ട് അത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചേനയുടെ ഹൽവ ഇവിടെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് കോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇപ്പോൾ അതാണ്ട് നമ്മുടെ ഹൽവ, ചേനയുടെ ഹൽവ ഉണ്ട് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇപ്പം നമ്മുടെ ചേനയുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വെറൈറ്റിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.